കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2026 ജൂലൈ മാസം 19-ാം തീയതി സ്വാഭാവികമായിട്ട് ഇന്ന് യേശുവിലായിരിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. പത്രോസിൻ്റെ ലേഖനം 1, 2, 3, 4, 5 ഒന്നാം ലേഖനം കഴിഞ്ഞു. രണ്ടാം ലേഖനം 1-ാം അധ്യായവും കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വത്രം നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതെല്ലാം കേട്ടു. നന്നായി ദൈവവചനം പഠിക്കുന്നവർക്ക്, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ദൈവരാജ്യം സ്വർഗരാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ചെറിയ പഠനമാണെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുക. കാരണം ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയവർദ്ധന പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം ഹൃദയത്തിലുണ്ടാകുവാൻ ഒക്കെയും ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്, വിടുതലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞാനിത് പറയുന്നത് തന്നെ ഞാൻ തന്നെ കേട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കും. ഇതെല്ലാം വെച്ച് കേട്ട് ഞാൻ സ്ഥിരീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിനൊന്നും വ്യൂസൊന്നും അധികമൊന്നും കിട്ടത്തില്ല. 5, 10, 15, 20, 30, 40, 50, 100 ഒക്കെ കിട്ടത്തുള്ളൂ. പല ദുരുപദേശങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കർണരസമാകുമാറ് കഥാപ്രസംഗം പറയുന്ന പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കേൾക്കാൻ. യഥാർത്ഥ ദൈവവചനം പറയുമ്പോൾ നെറ്റിച്ചുളിയും, ശത്രുപനോഭവം കാണിക്കും. വചനം പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 4:16 അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രുവായിപ്പോയോ. അപ്പോൾ സത്യം പറയുമ്പോൾ ശത്രുമനോഭാവം, പോഷ്ക് പറഞ്ഞാൽ, വ്യാജം പറഞ്ഞാൽ, സത്യമല്ലാത്തത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഈ സാത്താൻ്റെ ചതി നമ്മൾ തിരിച്ചറിയുക. ദൈവമക്കൾക്ക് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ തന്ത്രങ്ങളൊന്നും അറിയാത്ത ദൈവമക്കളാണ് ഇന്ന് ലോകത്ത് കൂടുതലും കിടക്കുന്നത്. സ്വതന്ത്രം ഞാനത് നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് പറയുക. ഇന്നത്തെ നമ്മളെ പ്രസംഗ വിഷയം എന്നുള്ളത് സ്വത്രം പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായമാണ്. അത് ദുരുപദേശത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ലേഖനമാണ്. സ്വത്രം ഞാനത് സത്യത്തിൽ വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷവും, അപ്പം തന്നെ വളരെ ഗൗരവത്തോടെ, വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിഷയമായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇത് പകർന്നു തന്നിരിക്കുന്നത്. സ്തോത്രം. ഒത്തിരി പ്രാവശ്യം ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഇത് ഈ ലേഖനം ഇങ്ങനെ തുടർമാനമായിട്ട് വായിച്ചു വരുന്നത് കൊണ്ട് സ്തോത്രം ഈ 2-ാം അധ്യായത്തിൽ 2-ാം ലേഖനം 2-ാം അധ്യായം മുഴുവൻ ദുരുപദേഷ്ടക്കന്മാരെ മാത്രം ബേസ് ചെയ്തു പോകുന്നൊരു ലേഖനമായി ഒരു ചാപ്റ്ററാണ്. അത് വചനം പഠിക്കുന്ന, സസൂക്ഷ്മം പഠിക്കുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. അപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത് കള്ളപ്രവാചകന്മാർ, ഒന്ന് ദുരുപദേഷ്ടക്കന്മാർ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ സ്വൈരമായി വിരഹിക്കുന്ന 2 ഗ്രൂപ്പാണ്. ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത ആത്മീയ അന്ധത പ്രാപിച്ച ഒരു വലിയ കൂട്ടം ജനവും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി യഥാർത്ഥമായൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. നമ്മൾ നിത്യതയിൽ പോകുന്നതിന് മാത്രമേ ഉള്ളൂ സാത്താൻ തടസ്സം നിൽക്കുന്നത്. ഇവിടെ കിടന്ന് പ്രസംഗിക്കാനോ, പാട്ട് പാടാനോ, ക്രൂസൈഡ് നടത്താനോ, കൺവെൻഷൻ നടത്താനോ, ഉപവാസ പ്രാർത്ഥന നടത്താനോ, ജനറൽ കൺവെൻഷൻ നടത്താനോ, വലിയ മെഗാ മീറ്റിങ്ങുകൾ നടത്താനോ, വലിയ ക്രൂസൈഡ് നടത്താനോ സാത്താൻ കൂടി നിന്ന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിച്ച് കേട്ട് ആ വചനമനുസരിച്ച് ജനത്തെ ആത്മീയമായി വളർത്തിയെടുക്കുവാനാണ് സാത്താന് ബുദ്ധിമുട്ടുള്ളത്. കാര്യം വചനം കേട്ടനുസരിക്കാൻ സമ്മതിക്കത്തില്ല. യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കാൻ പാസ്റ്റർമാരെ സമ്മതിക്കത്തില്ല.
പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ അവിടെ ജീവിതത്തിൽ കൊണ്ടിടും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അതിനെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്, ഒരു ചെറിയ ഗ്രൂപ്പ്. അതിൽപ്പെട്ടതാണ് ഞാനെന്ന് എൻ്റെ വിശ്വാസം. പലവിധമാകുന്ന പോരാട്ടങ്ങളാണ് ജീവിതത്തിലുള്ളത്, പലവിധമായിട്ട്. അത് എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഉണ്ട്. സ്തോത്രം. ലോകത്തോട്, ജഡത്തോട്, പിശാചിനോട് എല്ലാവരും പോരാടി പോരാടി പോരാടിയാണ് ഈ ദൈവവചന പ്രഘോഷണം നടത്തുന്നത്. അല്ലാതെ പുഷ്പശയ്യെ കിടന്നുകൊണ്ടല്ലെന്ന് എല്ലാവരും നന്നായിട്ട് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നന്നായി ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, നന്നായി വചനം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമാണ്. ഒരുഴപ്പം പരുവത്തിൽ പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം സുഖകരമായതായിരിക്കും മുമ്പോട്ട് പോവുക. കാരണം വിശാലമായ വഴിയല്ലേ പോകുന്നേ. വിശാലമായ വഴിയെ പോകുന്നവരാണ് നല്ലൊരു ശതമാനം. ശുശ്രൂഷകന്മാരും വിശ്വാസികളും വിശാലമായ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും വിശാലമായ വഴി പോകുന്നവരാ. അവരെല്ലാം കോടീശ്വരന്മാരാ. കഞ്ഞിക്ക് വകയില്ലാതെ, എനിക്കറിയാം, ചിട്ടി നടത്തി 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പുസ്തകം കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി, കോടീശ്വരനായി. ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കുറേ അണികളായി, സ്ഥാപനങ്ങളായി, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളായി. മുഖ്യമന്ത്രിയൊക്കെ പുള്ളിയുടെ പോക്കറ്റിൽ കിടക്കുക എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല, ആയിരിക്കാം. കാശുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന മുഖ്യമന്ത്രിമാരല്ലേ ഇപ്പോൾ ഉള്ളത് മുഴുവൻ. മുമ്പ് ഭരണം നടത്തി പോയ ആളൊക്കെ അതിൻ്റെ ആൾക്കാരല്ലേ, ഉസ്താദുക്കളല്ലേ, പണത്തിൻ്റെ പുറത്ത് കിടന്ന് കളിക്കുന്നവരല്ലേ അല്ല. സ്വതന്ത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നതിൻ്റെ താല്പര്യം, പിശാചിൻ്റെ വലിയ ചതി നടന്നുകൊണ്ടിരിക്കും. പത്രോസ് പറയുന്നു, ഒന്ന് കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ. ഈ 2 ഗ്രൂപ്പ് ഇന്നത്തെ ആത്മീയ ഗോളത്തെ തകർത്ത് തരിപ്പണമാക്കി ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. അവർക്കെതിരെ ദൈവവചനമെന്ന വാളെടുത്ത് പ്രഹരിക്കുക എന്നതാണ് എൻ്റെ എളിയ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വലിയ വ്യൂസ് ഒന്നും കിട്ടത്തില്ല. 1000, 2000, 10,000, 1,00,000 പേരൊന്നും ഇത് കണ്ടെന്ന് വരത്തില്ല. 10, 15, 20, 30 പേരൊക്കെ കണ്ടെന്ന് വരുള്ളൂ. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. സ്വതന്ത്രം. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ദുരുപദേഷ്ടകന്മാരുണ്ടായിരുന്നു. പുതിയ നിയമസഭയിലും ദുരുപദേഷ്ടകന്മാരുണ്ട്. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ദുരുപദേഷ്ടകന്മാരുണ്ടായിരുന്നു, പുതിയ നിയമസഭയിലും ദുരുപദേഷ്ടകന്മാരുണ്ടായിരുന്നു. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നല്ല പ്രവാചകന്മാരെ, ദൈവമാക്കി വെച്ച പ്രവാചകന്മാർ ഈ ദുരുപദേഷ്ടകന്മാരെ പൊളിച്ചു കാണിച്ചുകൊണ്ടിരുന്നു. അവരുപയോഗിച്ച പദങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. അതുപോലെയുള്ള പദങ്ങളാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. സ്തോത്രം. പൗലോസും പത്രോസും ഒക്കെ, യോഹന്നാനും യാക്കോബും അവരൊക്കെ ദുരുപദേഷ്ടകന്മാരെ പൊളിച്ചു കാണിക്കുന്നുണ്ട്. കാരണം അതങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ജനം ദുരുപദേശത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകാനിടയായിത്തീരും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ കുറിച്ച് യാതൊരു പിടിയില്ലെന്ന് തോന്നിപ്പോകും ചില സമയം കണ്ടാൽ, അവരുടെ പ്രവൃത്തി കണ്ടാൽ. സ്തോത്രം. ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കഴുത്തിൽ തോളിട്ട് നടക്കുന്ന സഭാ നേതൃത്വങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും അല്ല, വലിയൊരു ശതമാനം. ഇവർ നല്ല ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്നവരാ, പക്ക ഉപദേശം പറഞ്ഞ് നടത്തിയവരാ. എന്നാൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഗ്രീൻ കാർഡ് കിട്ടി, പിന്നെ മൾട്ടി വിസ കിട്ടി, പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പോയി സുവിശേഷം എന്നും പറഞ്ഞ് പോയി പ്രസംഗിച്ച് എല്ലായിടവും കടന്ന് വിരകി കാശുണ്ടായി, തോട്ടങ്ങളുണ്ടായി, വലിയ മണിമന്ദിരങ്ങളുണ്ടായി, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. ഇവിടെ പിതാക്കന്മാരൊക്കെ കഞ്ഞിക്ക് വകയില്ലാത്തവരാ, അപ്പയും ചക്കയും തിന്നു കിടന്നവരാ. പക്ഷേ മക്കള് തലമുറ 2-3 പോയപ്പോൾ പക്ക ജഡീകന്മാരായി. എനിക്കറിയാൻ കേരളക്കരയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 50 ചില്ലുവാനും വർഷങ്ങളായി. ഞാനന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന, പ്രസംഗിച്ചുകൊണ്ടിരുന്ന പല പ്രാസംഗികന്മാരും, നന്നായി വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇന്ന് ദുരുപദേഷ്ടകന്മാരുടെ തോളിൽ കൈയിട്ട് നടക്കുക. കാരണം എന്താ? കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഭൗതികം വർദ്ധിച്ചു, കസേരകൾ കിട്ടി, സ്ഥാനമാനങ്ങൾ കിട്ടി, അവരെല്ലാം ദുരുപദേശത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകാനിടയായി. ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ വചനത്തെ കോട്ടിക്കളയുന്നവരാ.
കൂട്ടിച്ചേർക്കുന്നവരാണ്, മറിച്ച് കളയുന്നവരാണ്. വചനം പഠിക്കുന്നവർക്ക് അതറിയാം. എന്നാൽ പെന്തക്കോസ്, നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ വലിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ അവരുടെ പിതാക്കന്മാരൊക്കെ ഒരുവിധമൊക്കെ ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. തലമുറ 2-3 പോയപ്പോൾ എന്ത് പറ്റി? എല്ലാം പോയി പ്രിയമുള്ളത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാം തകർന്ന് തരിപ്പണമായി. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട അന്ധന്മാരായ അഹരോൻ നേതൃത്വ നിരകളാണ് ഇന്ന് സ്തോത്രം ആത്മീക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നത്. പ്രിയ ബാബു വേട്ടമ്പലം പാസ് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ തലപ്പത്തിരിക്കുന്നവർ മാതൃകയാക്കാൻ പറ്റാത്തവരാണ്. മാതൃകയുള്ള ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആത്മീകരായിട്ടുള്ള ആരെയും കാണാൻ കഴിയുന്നില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിച്ച് ദാരിദ്ര്യത്തിലൂടെ മുൻപോട്ട് പോയി സമൃദ്ധിയുടെ മടിത്തട്ടിലേക്ക് അവർ വന്നപ്പോൾ അവർ ഉപദേശങ്ങളൊക്കെ ബലികടിച്ചു. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മാറ്റി കളഞ്ഞ്, കൂട്ടിച്ചേർത്ത് മറിച്ച് കളഞ്ഞ്, കൂട്ടിക്കളഞ്ഞ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെയുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് ദൈവമക്കളെയും ഞാനിത് വെറുതെ പറയുകയല്ല, സത്യമായിട്ട് പറയുക. രഹസ്യമായിട്ട് വിളിച്ച് ചോദിച്ചാൽ വ്യക്തികളെയും സംഘടനയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പൊതുവെ പറഞ്ഞ് മാനഹീനപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, യഥാർത്ഥ സത്യവചനം, യഥാർത്ഥ പഥ്യവചനം പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിച്ച് അവരെ ആത്മീയ നിലവാരത്തിലേക്ക് ഉയർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആൾ കാണത്തില്ല. ഇവിടെ കിടന്ന് കളിക്കുമല്ല. അവസാനം അവർക്ക് വേണ്ടി ഒരു കർത്താവ് വരികയും ചെയ്യും. അത് എതിർക്രിസ്തുവായിരിക്കും. പിന്നെ അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും, വേദനാജനകമായിരിക്കും, ഭീകരമായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞാൻ മുഖോരയിൽ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ദുരുപദേശത്തിൻ്റെ ആ അവസ്ഥകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഫിലിപ്പിലേഖനം 3:3 നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ഇത് പൗലൂസ് അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് പൗലൂസിനോട് പറയുക. ആ ദൈവത്തിൻ്റെ ആലോചന നമ്മൾ സൂക്ഷിക്കണം. പത്രോസിലൂടെ പറയുന്ന ഈ ആലോചനകൾ സൂക്ഷിക്കണം. ഞാനല്ല പറയുന്നത്, പത്രോസും പൗലൂസും അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണിത് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന, അവരെഴുതി തന്നിരിക്കുന്ന ദൈവകൽപ്പനകളാണ് ഈ ലേഖനങ്ങൾ. ഇതനുസരിച്ചാലേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, മസിൽ പിടിച്ചിരിക്കാതെ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് താണു വീണ് അപേക്ഷിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കനത്ത വില കൊടുക്കേണ്ടി വരും. ദുരുപദേശങ്ങളെ തിരിച്ചറിയുക. അതിലെ കർത്താവ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാതെ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയുക, ദൈവശക്തി അറിയേണ്ട പോലെ അറിയുക. പിശാച് കിടഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നതൊക്കെ ദൈവശക്തിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പെന്തക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ പറയുന്ന അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാ, അടയാളങ്ങൾ നടക്കുന്നു എന്നാ. അത്ഭുതം ദൈവം പ്രവർത്തിക്കത്തില്ലേ? അടയാളങ്ങൾ ദൈവം ചെയ്യത്തില്ലേ? ചെയ്യും. ഇന്ന് കാണുന്ന മുഴുവൻ അത്ഭുതം, അടയാളം മുഴുവൻ സാത്താൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവവചനം പഠിക്കുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് വളരെ കാര്യഗൗരവത്തോടെ ഈ സന്ദേശങ്ങൾ കേട്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. അപ്പോൾ അവരുടെ കാലഘട്ടത്ത് കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. ഇന്ന് അതാണ് ഏറ്റവും കൂടുതൽ, പെർസെൻറ്റേജ് കൂടുതൽ അതാണ്. വചനത്തെ കോട്ടിക്കളയുകയും കൂട്ടുചേർക്കുകയും മറിച്ചു കളയുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. അത് സസൂക്ഷ്മം വചനം കേട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് പലരും പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. എന്തിനാ?
എന്തായി ഇവർ ഈ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നതാണ് കേൾക്കുന്നത്. ഈ കള്ളപ്രവാചകന്മാരും ദുർഭിക്ഷകൻ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഇത് കേൾക്കണ്ടേ? കേട്ടാലല്ലേ തെറ്റ് ശരി മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനിത് സസൂക്ഷ്മം കേൾക്കും. എന്താണ് അവർ പറയുന്നത്, ഏതാണ് പറയുന്നത്, എന്താ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, എന്തിനു വേണ്ടിയാ പറയുന്നത്, ആരാ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത്. ഞാൻ ഈ വചനമാകുന്ന ഉരകല്ലിലൂടെ ഉരച്ചു നോക്കി അത് പഠിക്കും. പഠിച്ചിട്ട് ഈ സത്യവേദ പുസ്തകത്തിന് ചേരുന്ന ഉപദേശങ്ങൾ മാത്രമേ എങ്കിലേ ഞാനത് എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കത് വേണ്ട. അത് വേസ്റ്റാണ്, അത് ഗാർബേജാണ്. ഇന്ന് അനേകർക്ക് വേസ്റ്റ് മതി. സ്തോത്രം. നമുക്ക് നല്ല ശുദ്ധമായ പാല്, പത്രോസിൻ്റെ ഭാഷയെ പറഞ്ഞ ആ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചടുവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുളയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് മായമില്ലാത്ത പാല, മായം ചേർത്തതല്ല. ആക്ഷരിക പാലിൽ പോലും വലിയ മായം ചേർക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കും. ഇന്നല്ല, കുറേ നാളായി തുടങ്ങിയിട്ട്. ഈ മരിച്ച പോയ മനുഷ്യനെ ചീഞ്ഞു പോകാതിരിക്കാൻ ആ മൃതശരീരത്തിൽ അടിക്കുന്ന ഫോർലാലിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട് പോലും. പറഞ്ഞു കേൾവിയാണ്. ഈ ഫോർലാലിൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത, ഈ പാലിൽ വളരെ മൈന്യൂട്ടായിട്ട് ചേർക്കുന്നതുകൊണ്ട് പാല് കേടാകത്തില്ല. നമ്മൾ ഈ വിഷം കാശ് കൊടുത്ത് ഈ വിഷം വലിച്ചു കുടിക്കുക. തമിഴ്നാട്ടിൽ നടക്കുന്ന പച്ചക്കറി മുഴുവൻ വിഷം അടിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷം മേടിച്ച് തിന്നുക. കാശ് കൊടുത്ത് പാല് മേടിക്കുകയും കാശ് കൊടുത്ത് ഭക്ഷണം മേടിക്കുകയും ചെയ്യുന്ന മുഴുവൻ വിഷമാണ്. ശ്വസിച്ച് കൂട്ടുന്നത് വിഷമാണ്, കുടിക്കുന്നത് മുഴുവൻ വിഷമാണ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വടക്കേന്ത്യയിൽ ഒരു പെൺകുട്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചൊരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ചു. അതിപ്പോഴും ആശുപത്രി കിടക്കുക. പോയിസൺ അടിച്ചു ആ വെള്ളത്തിൽ കൂടി. കുടിവെള്ളത്തിലൂടെ പോയിസൺ, വചനത്തിലൂടെ പോയിസൺ, വചനത്തിലൂടെ മായം. ഇതുവല്ല ആരും ചിന്തിക്കുന്നുണ്ടോ? പ്രസംഗ പീഠങ്ങളിൽ നിന്നും പ്രസംഗ പുൽപ്പുറ്റുകളിൽ നിന്നും കേൾക്കുന്നത് വിഷമാണ്, വിഷമാണ്, വിഷമാണ്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാരെങ്കിലും വചനത്തിലൂടെ ഗ്രഹിക്കുന്നുണ്ടോ, വിലയിരുത്തുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? പത്രോസ് പറയുക, കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുർവിരക്ഷകന്മാരുണ്ടാകും, നമ്മുടെ ഇടയിലും ഉണ്ടാകുമെന്ന്. അവരെന്താ ചെയ്യുന്നത്? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഇവര് ചെയ്യുന്ന ശുശ്രൂഷ അവർക്ക് നാശമാണെന്നാണ് പത്രോസ് പറയുന്നത്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അവരെന്തോ മഹത്തരമായി ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുക. പ്രസംഗിച്ച് കാശുണ്ടാക്കുന്നവരും പ്രസംഗിച്ച് കസേര ഉറപ്പിക്കുന്നവരും അതോടെ നാശത്തിനാണെന്നത് മനസ്സിലാക്കണം നിങ്ങൾ. വചനത്തിനൊരു ബേസ് ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ഫൗണ്ടേഷനുണ്ട്. വചനം പ്രസംഗിക്കേണ്ട ഒരു സിസ്റ്റമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. പത്രോസ് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും പഠിച്ചോണം. അത് ഒരുത്തം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് പ്രസംഗം ഒന്ന് പേരിടരുത്. അതൊക്കെ വചനവിരുദ്ധമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ എന്തായിരിക്കണം പ്രസംഗം? ഉപദേശം. ഉപദേശമാ സഭയിൽ പ്രസംഗിക്കേണ്ടത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ പഠിപ്പിച്ചത് ഉപദേശങ്ങളാണ്. അതാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. അത് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനമാത്മീയമായി തകർന്ന് തരിപ്പണമായി അങ്ങനെ കിടക്കുകയാണ് ഇന്നത്തെ ആത്മീയബോധം. ഇതോർത്ത് കരയാനും വിലപിക്കാനും ദുഃഖിക്കാനും മാത്രമേ കഴിയുന്നുള്ളൂ. പ്രിയമുള്ളവരെ,
അതുകൊണ്ട് ഞാൻ ആഴത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മൾ കേൾക്കുന്ന വചനം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതാണോ, ഉപദേശത്തിനനുസരിച്ചുള്ളതാണോ, അതോ അത് അന്യതാ ഉപദേശമാണോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശമാണോ പ്രസംഗിക്കപ്പെടുന്നത്? അത് അന്യത ഉപദേശമാണോ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗ്ഗത്തിൽ ദൂതനാകട്ടെ, നമ്മൾ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വ്യവസ്ഥ പ്രകാരമുള്ള പ്രസംഗങ്ങളാണെങ്കിലേ അത് അനുഗ്രഹമാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശാപമേൽക്കാൻ തുടങ്ങും, ശാപിക്കപ്പെട്ടവരായി പോകും. ആത്മീകമായി നമുക്ക് ഒരു ഗതിയും പിടിക്കത്തില്ല. ഭൗതികമായി കോടികൾ ചിലപ്പോൾ കയ്യിൽ വന്നെന്ന് വരും. ഭൗതികമായി തോട്ടങ്ങളും വലിയ വലിയ സമ്പത്തുകളും നമ്മൾ സ്വരൂപിച്ചെന്ന് വരും. ആത്മീയമായ ഒരു മുടിനാര് പോലും വളരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉറപ്പാണ് കാര്യം. അതുകൊണ്ട് ദുരുപദേശത്തിൻ്റെ അനുഭവങ്ങളെ വിട്ട് യഥാർത്ഥ സത്യവചനം, പത്യോപദേശത്തിലേക്ക് വരുവാൻ പത്രോസ് നിങ്ങളോട് പ്രസംഗിക്കാൻ ഞാനല്ല, ഞാനത് എടുത്തു പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. പത്രോസ് പറയുന്ന പ്രസംഗം ഞാൻ എടുത്തു പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ്, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണ്. മതഭേദങ്ങൾ പറഞ്ഞ് മനുഷ്യരെ നശിപ്പിക്കുന്നവരാണ്. യൂദയുടെ ലേഖനം അതിൻ്റെ 3-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചാണ്ട്, യൂദയുടെ ലേഖനം 3-ാം വാക്യം തൊട്ട്. അവിടെ യൂദ അത് പറയുന്നുണ്ട്. യൂദയും ദുരുപദേഷ്ടന്മാർക്കെതിരെ പ്രസംഗിച്ചിരിക്കുക. യൂദയുടെ വാക്യം യൂദയുടെ ലേഖനം 3-ാം വാക്യം തൊട്ട്. യൂദയുടെ ലേഖനം 3-ാം വാക്യം തൊട്ട്. എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. മതി. വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ പ്രമാണത്തിൽ നിലനിൽക്കാൻ വേണ്ടി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടം, അതാണ് പ്രധാനം. വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് വിശ്വാസ പ്രമാണത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു പോരാട്ടം. അങ്ങനെ പോരാടുന്നവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക, ആ സുവിശേഷത്തിൻ്റെ 1-ാം പടി. സുവിശേഷത്തിൻ്റെ 2-ാം പടി വചനം പ്രസംഗിച്ച് കേൾപ്പിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്നവരെ വിശ്വാസ പ്രമാണം പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. ഇത് വളരെ പ്രധാനമായ പഠിപ്പിക്കലാണ്. സുവിശേഷത്തിന് 2 ഭാഗമുണ്ടെന്ന് പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്ന് കോമൺ സാൽവേഷൻ, മറ്റൊരുത്തിന് രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തെക്കുറിച്ച് തന്നെ പ്രസംഗിക്കണം. യേശുക്രിസ്തുവിലാണ് പാപമോചനം. യേശുക്രിസ്തുവാണ് പാപത്തിൻ്റെ പരിഹാരകൻ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുക്രിസ്തുവാണെന്ന് ശക്തിയോടെ പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? യേശുക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ അവരായിരിക്കണം. അല്ലാതെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് തെന്തരം വഴി നടന്നാലൊന്നും ഒരു വിശേഷവും ഇല്ല. പിന്നെ അങ്ങനെ പോകുന്നൊരു സമൂഹമായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ചു പോയി സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നു, വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. എൻ്റെ അടുത്ത വാക്യം വായിക്കാം, യൂദയുടെ വാക്യം, അടുത്ത വാക്യം. ഹല്ലേലൂയ.
വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുവാൻ എനിക്ക് തോന്നി. അടുത്ത വാക്യം, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമപ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കും. ഇന്ന് ആത്മീയ ഗോളത്തിൽ ദൈവസഭയിൽ നുഴഞ്ഞു വന്നിരിക്കുന്ന അഭക്തരായ മനുഷ്യർ, അവരെന്തിനാ നുഴഞ്ഞു വന്നിരിക്കുന്നെന്നാ യൂദ പറയുന്നത്? അവർ നുഴഞ്ഞു വന്നത് എങ്ങനെയാന്നാ പറയുന്നത്? അത് പഠിക്കേണ്ട കാര്യം. യൂദയുടെ ലേഖനം എപ്പിസോഡ് കിടപ്പുണ്ട്, ഫോണിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഒന്ന് ഫ്ലെക്സ് എഴുതി വീട്ടിൽ തൂക്കിയിട്ടാലും കുഴപ്പമില്ല. ദുരുപദേശത്തിന് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ വഴി. നുഴഞ്ഞു വന്ന ഈ കള്ള സഹോദരന്മാരും വെള്ള സഹോദരന്മാരും, അതെൻ്റെ ഭാഷയാണ്, തായ്പന്മാർ, കള്ള സഹോദരന്മാരും വെള്ള സഹോദരന്മാരും ഒക്കെ ഉണ്ട് ഇതിൽ. അത് കറമ്പനും വെളിപ്പനും ഒക്കെ ഉണ്ട്. ഒരു നീഗ്രോ സഹോദരൻ പക്ക ദുരുപദേശി നമ്മുടെ കേരളക്കര മുഴുവൻ കിടന്ന് മേഞ്ഞിട്ട് പോയി. ഇവിടെയുള്ള ഒരു വലിയ സമൂഹം പുള്ളിയുടെ പുറകേ നടന്നു. ഞാൻ പുള്ളിയെക്കുറിച്ച് കുറേയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ ദൈവശക്തിയാണെന്നും പറഞ്ഞാൽ പുള്ളി ഇരിക്കുന്നേ, ഒരു ദൈവശക്തിയുമില്ല. സാത്താൻ ഉറഞ്ഞു തുള്ളുക പുള്ളിയുടെ ഉള്ളിൽ. ഈ കൂടെ നടക്കുന്ന സഹോദരന്മാർ പൊട്ടന്മാരായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അന്ധന്മാരായിട്ട് നടക്കുക. ലബോദിക്ക് ആരാ? കുരുടനും ദരിദ്രനും നഗ്നനുമാ. ഇവർക്ക് എന്നാ മനസ്സിലാകാനാ? എന്നാ കാണാനാ? എന്നെ അറിയാനാ? ഒരു ദുരുപദേശിയെ അറിയുന്ന എങ്ങനെയാ? ഒരു ദുരുപദേഷ്ടാവിനെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? അവൻ പറയുന്ന വാക്കുകളിലൂടെ, അവൻ പറയുന്ന വചനത്തിൻ്റെ രീതികളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അവനെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഈ വചനത്തിൽ കാണുന്ന ഉപദേശത്തിൻ്റെ വ്യവസ്ഥ തെറ്റിച്ചാണ് പറയുന്നതെങ്കിൽ അവൻ ദുരുപദേശി തന്നെയാണ്. ആ വ്യവസ്ഥ അങ്ങനെ തന്നെ പറഞ്ഞോണം, ആർക്കും തെറ്റിക്കാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ആരും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് മറ്റൊരു സുവിശേഷമായി, അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവായി അവർ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊരു ക്രിസ്തുവിനെയായി. അത് ഏത് ക്രിസ്തുവാണ്? ഇത് നന്നായി നമ്മൾ മനസ്സിലാക്കണം. പത്രോസിൻ്റെ ആ പ്രസ്താവന എന്നെ വളരെ സന്തോഷിപ്പിച്ചു. യൂദയുടെ ആ പ്രസ്താവന വളരെ അർത്ഥസമ്പുഷ്ടമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവർക്കുള്ള ശിക്ഷകളൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞ് വന്നിട്ട് കായീനെക്കുറിച്ചും ബിലയാമിനെക്കുറിച്ചും കോരഹിനെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്നുണ്ട് യൂദയുടെ ലേഖനത്തിൽ. കായീൻ ആർക്ക് സദൃശനാണ്? കൊലപാതകം ചെയ്ത മനുഷ്യന്. കായീൻ കൊലപാതകനായിരുന്നല്ലോ. ഇന്നും ആത്മീയ കൊലപാതകം ചെയ്യുന്നവരില്ലേ ഇഷ്ടം പോലെ. ബിലയാം ദ്രവ്യാഗ്രഹിക്കുന്ന നിദാനം, കോരഹ് മത്സരബുദ്ധിക്ക് നിദാനം. ഇലക്ഷൻ നടക്കുമ്പോൾ മത്സരിക്കുന്ന നേതൃത്വ നിരകൾ തന്നെ കോരഹിൻ്റെ ലീഡർഷിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും ദൈവദാസന്മാരല്ല, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓല കൊടുത്ത് വോട്ട് മേടിക്കുന്നവരെങ്ങനെയാണ് നേതാക്കന്മാരാകുന്നത്, ആത്മീയ നേതാക്കന്മാരാകുന്നത്? അതൊക്കെ തനി പൊളിറ്റിക്സിനേക്കാൾ അതപ്പതിച്ച് പോയെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. പൊളിറ്റിക്സ് പിന്നെയും കൊള്ളാം, അതിനേക്കാൾ താഴെ പോയി നമ്മൾ. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ കള്ളപ്രവാചകന്മാർ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപേക്ഷകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങി നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവർക്ക് തന്നെ നാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. മോശ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ ജനം കെട്ടഴിഞ്ഞവരായി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എന്തുപറ്റി? അവർക്ക് തന്നെ നാശം സംഭവിച്ചു. 3000 ശവങ്ങളാണ് അന്ന് അവിടെ വീണുപോയത്. ഇതൊക്കെ വല്ലവരും പ്രസംഗിക്കാറുണ്ടോ? 3000 പേര് ചത്തുപോയി. ലേവ്യ പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ
അത് ദൈവത്തിൻ്റെ ആത്മഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നുകൊണ്ട് പറയുക. ലേവ്യ പുസ്തകം 10:16 അതിൻ്റെ 1-2 വാക്യങ്ങൾ, ആ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പഠിക്കുമ്പോൾ അഹരോന്റെ പുത്രന്മാരായ നാദാബും ഹബീഹൂവും തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത നിലയിലുള്ള യാഗം കൊണ്ടുവന്നു അവർ ദഹിച്ചു പോയി. ലേവ്യർ 10 അത് പറയുന്നുണ്ട്, 1-2 വാക്യം. അപ്പോൾ ആ 16 പറയുന്നത്, അതുകൊണ്ട് മോശയോട് പറഞ്ഞു, അഹരോനോട് പറയണം, എപ്പോഴും നീ ദൈവസന്നിധിയിലേക്ക് വരരുത്. വന്നാൽ എന്ത് പറ്റും? നിന്റെയും കാര്യം മക്കളെപ്പോലെ ആയിരിക്കും. ഇത് പലരും ആത്മീയമായി ചത്ത് കിടക്കുക. പ്രിയമുള്ളവരെ, പല ശുശ്രൂഷകന്മാരും നാദാബും ഹബീഹൂബിനെ പോലെ അവരാക്ഷരികമായി മരിച്ചു. ഇവർ ആത്മീയമായി മരിച്ചു കിടക്കുക, ഇവർ ആത്മീയമായി ചത്ത് കിടക്കുക, ഇവർ ഡെഡായി കിടക്കുക. ഇവരിലുള്ള ദൈവകൃപ ചോർന്നുപോയി, ഇവരിലുള്ള ദൈവസ്നേഹം നഷ്ടപ്പെട്ടു, ഇവരിലുള്ള വചനത്തിൻ്റെ വെളിപ്പാടുകളും വ്യവസ്ഥകളെല്ലാം പോയി. പിന്നെ അവർ ഉപജീവന മാർഗമായിട്ട് അതും ഇതൊക്കെ പറഞ്ഞിങ്ങനെ ജീവിച്ചു പോവുക. ദർശനമുള്ള ദൈവദാസന്മാർക്കും വചന വെളിപ്പാടുള്ളവർക്കും ആഴത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇവരെ മനസ്സിലാവും, ഇവരാരാന്ന് മനസ്സിലാവും, ഇവിടെ തനി നിറം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു നോർമൽ വിശ്വാസിക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവർ പറയുന്നത് വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് തോന്നും. ആഴത്തിൽ ഇവരെ പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സസൂക്ഷ്മം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ ഏറിയ സാധ്യതകളുണ്ട്.